ആൾക്കാർ കാണട്ടെ. എന്നെ എന്റെ 2 കൊച്ചുങ്ങളായിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോടാ. നീ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച 2 മക്കൾ അപ്പൊ അന്ന് നീ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. എടാ ഞാനിത് ഭയങ്കര കേസാണ്. ഇപ്പൊ പെണ്ണുങ്ങളെ നിന്റെ കെട്ടിഞ്ഞാ നിനക്ക് ചുണയല്ല. നീ ഇവരൊക്കെ ഒരു കൊട്ടി ഞാനവിടെ 19 വയസ്സുണ്ടാ എന്നാ എന്റെ പൊന്നി ചെറുപ്പക്കാരി. ഞാൻ എന്റെ പ്രശ്നം എന്നെ സ്നേഹിച്ചോണ്ടല്ലേ ഈ മുഖത്ത് ഈ കള്ളത്തരം. അല്ലെങ്കിൽ കെട്ടിയവരെ വിളിക്കുമ്പോ കൂടെ വരുമുണ്ട് എന്റെ ഒരു കൂട്ടുകാരിയാ. എന്തേത് മനസ്സിലായോ? കൂട്ടുകാരിയെ കണ്ടൊരു പരിചയം. നിനക്കെന്നെ മനസ്സിലായില്ലേടാ? നീ മുഖത്തേക്ക് ശരിക്കും നോക്കി. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇനി എന്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസും നിന്റെ ചാറ്റിങ്ങും ഇതൊക്കെ കാണിച്ചാലേ മനസ്സിലാവുള്ളോ? നിന്റെ പെണ്ണുമ്പിള്ളേനോട് ഞാൻ വിളിച്ച് പറയണം. അപ്പൊ നിനക്കെന്നെ മനസ്സിലാവോ? പേര് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവോ? സന്ധ്യ, നിന്റെ പഴയ കാമുകി. അതിന്റെ ഇച്ചിരി വണ്ണം വെച്ചപ്പോ നിനക്ക് ആളൊക്കെ അത്രയ്ക്കൊന്നും മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ കാമുകിയോ? അല്ല, കാമുകൻ. അപ്പൊ പിന്നെ ഇത്രയും കാലം എവിടെ ആയിരുന്നു? ഇപ്പൊ കാമുകി ഇപ്പൊ ഓടി വന്നിട്ടൊരു കാമുകി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം എന്നെ തന്ന നിനക്കെങ്കിലും വേണ്ടി. നീ ഗൾഫിലെ നമ്പർ നാട്ടിലെ നമ്പർ വന്നപ്പോ ഏതാണ്ട് ഒരു മുറുക്കാങ്കടയിൽ അവന്റെ നമ്പർ അല്ല, ഇപ്പൊ എവിടെയൊക്കെ പോയി വല്ലതൊക്കെ ആയി ഒന്നും ഇല്ലാതെ വന്നപ്പോ തിരിച്ചു കാമുകനെ പെണ്ണുമ്പിള്ള വിളിച്ചിട്ടോ. പെണ്ണുമ്പിള്ള കെട്ടിയന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങള് തമ്മിലേ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു. ഇങ്ങനെ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ മൊബൈൽ നമ്പർ എനിക്ക് അറിയാവുന്നുള്ളൂ. തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോ നാട്ടിലെ നമ്പർ തരാൻ പറഞ്ഞപ്പോ ഏതോ ഒരു മുറുക്കാങ്കടക്കാരന്റെ നമ്പർ തന്ന് എന്നെ തേച്ചിട്ട് ഏത് മുറുക്കാൻ കടക്കാരന്റെ നമ്പർ തന്നു? നമ്പർ തന്നല്ലേ എന്നോ? ഞാൻ എന്റെ നമ്പറേ ഉള്ളൂ. വേറെ ഒരു മുറുക്കാൻ കടക്കാരന്റെ നമ്പർ ഞാൻ ഇതിനായിരുന്നു. വെറുതെ കള്ളത്തരം പറയണ. എല്ലാ തെളിവുകളും ആയിട്ടാ ഞാൻ വന്നേക്കണം. ഇത് ഞാൻ നീ പറഞ്ഞില്ല. ഞാനിപ്പോ ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് കിടന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 8 കൊല്ലം ആവുന്നു. ഗൾഫ് നിർത്തി വന്നിട്ട് ഇത്രയും കാലവും ഇല്ലാതെ ഒരു വീഡിയോ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ദിവസം നീ ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞില്ല. ഇത് പറഞ്ഞില്ല. അങ്ങനെ ആദ്യം തിരക്ക് വരെ എത്ര പേര് കടന്നു. മഹാവൃത്തിയോട്ടവനാ കാണിക്കണ വൃത്തിയോട്ട്. നിങ്ങളുടെ കെട്ടിയതല്ലേ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം. ഞാനൊരു പെണ്ണല്ലേ? ഇത്രയും കാലവും ഇല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഇവിടെ ആരെങ്കിലും വന്നേക്കുന്നോ? ഇത്രയും നാളായിട്ട് ഇവിടെ ആരെങ്കിലും വന്നേക്കുന്നോ? ഓടി ഒരാൾ ഓടി ഇങ്ങോട്ട് വന്ന് പറഞ്ഞോട്ടെ. നീ അങ്ങോട്ട് വിശ്വസിക്കാനും ചോദിക്കാനും പറയാനും പിന്നെ ഞാൻ എനിക്ക് ആര് തരട്ടെന്നും പറഞ്ഞ് നടക്കുന്നത് ഞാൻ ചെലവിന് തരാം. ഈ പ്രേമം കൊണ്ടിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണോ പ്രേമം കൊണ്ടുവരുന്നത്? എവിടെയാ പോയി കെട്ടിയതൊന്നും ഞാൻ ചോദിക്കുന്നത്. വീട്ടിൽ കയറാനെങ്കിൽ കയറി ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങി കഴിഞ്ഞാൽ നീ എന്നെ നോക്കേണ്ട വരും. അതിന് വേണ്ട എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കാണിച്ചോളാം. നിങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിലെല്ലാം അതെങ്ങനെയാ? സമാധാനം പറ. സമാധാനം വരാം. ഇപ്പൊ പോന്നില്ലാണ്ട് 2 മക്കള് അകത്തുണ്ട്. 8 മാസം പ്രായമുള്ള ഒരു 15 ദിവസമുള്ള കുഞ്ഞു അകത്തുണ്ട്. വിളിച്ചോണ്ട് പോയി. നിങ്ങൾ ജീവിക്കും കൊണ്ടുപോയി. എനിക്കറിയാം മക്കളെ. എനിക്ക് കാണാൻ മാത്രം മതി. ഈ ഇടയ്ക്ക് വല്ലതും നീ കാണാൻ കേൾക്കാൻ വല്ലതും ചെയ്ത് ആരെങ്കിലും ഇവിടെ വിളിച്ച് എന്റെ ഫോണെങ്കിലും എടുക്കുന്നോ? ഞാൻ കാണാൻ കേൾക്കാൻ ചെയ്യുന്ന നിങ്ങളൊരു പെണ്ണല്ലേ? ഒരു പെണ്ണിന് ഇതുപോലെ തേക്കാൻ കൂടെ പെണ്ണുമ്പോൾ അതിലെ മക്കളിലൊന്നും പറഞ്ഞില്ല. ഗൾഫിൽ കിടന്നുള്ള ഫോട്ടോയിൽ ഇട്ട് വന്നെ തേച്ചത് അറിയാവോ? അയ്യോ, ഏത് ഫോട്ടോ? ചെമ്മി പോയ ഫോട്ടോ ആണ് ഇട്ട് വന്നത്. എന്റെ ഇതിലുണ്ട് തെളിവ്. തെളിവെന്ന് കാണിയേ ഞാൻ കാണട്ടെ. നിങ്ങൾക്കുള്ള തെളിവെന്ന് കാണിയേ. നാട്ടുകാരെല്ലാം വിളിച്ചോളാം. നാട്ടുകാരെ മൊത്തം വിളി. ഞങ്ങള് എല്ലാരും വിളി. നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ എങ്ങനെയാ പോകുന്നത്. ചാറ്റുന്നത് ആരും അറിയുന്നില്ലല്ലോ. ചാറ്റുന്നത് അറിയുന്നുണ്ട്. വിളിക്കുന്നത് എല്ലാം എനിക്കറിയാം. ഇത്രയും നാളില്ലാത്ത ഒരു പെണ്ണ് താമസിക്കുന്നു. പ്രേമിച്ചെന്ന് പറഞ്ഞു മുറുക്കാൻ കടല്ല നമ്പർ എടുത്തു പോലും. അയ്യോ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ പോലീസിനെ വിളിക്കും. നിങ്ങൾ നേരെ നോക്കാം. ഞാൻ അങ്ങോട്ടെങ്ങാനും പാടിലേക്ക് വരാം. ഇനി ഇതിനകത്തോട്ട് ചെന്ന് കയറുന്ന അവിടെ അവരുടെ മുതല രണ്ടുപേരെ അവരോട് കൂട്ടിക്കൊണ്ട് പോ. മക്കൾ മാത്രം ജീവിക്കാനാ? പിന്നെ എനിക്ക് എന്നെ തരാ മക്കളെ? അയ്യോ, പിന്നെ എനിക്ക് പറഞ്ഞ 2 മക്കളെ നടത്തിയിരിക്കുന്നു. അല്ലല്ലേ
അയ്യോ നാളെ വലിയ സ്ത്രീയെ നിങ്ങൾക്ക് കൈയാട്ടി വിളിക്കാനൊക്കെ. ഞാൻ സ്നേഹിച്ച എന്റെ ഇക്കാനെ വിളിക്കണം. ഞാനിത്ര നാളെ സ്നേഹിച്ചത്. അയ്യോ അല്ല ഈ പറയട്ടെ, ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നീ ഒന്ന് വിളിക്കുകയോ പറയോ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഒരുമാതിരി പ്രേംനസീറിന്റെ കാലത്ത് സിനിമയുടെ ഡയലോഗും പിന്നല്ലാതെ ഒന്നുമില്ലാതെ ഇപ്പൊ ഓടി വന്നിട്ട് ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞ പോലീസിന് വിളി. നിങ്ങൾ തെളിവ് കൊണ്ട് വന്നവരല്ലേ? നിങ്ങളുടെ കെട്ടിയോനെ ആവശ്യം അത് കൊള്ളാം. നിങ്ങൾ വിളി. ആരെ വിളിക്കാൻ? നിങ്ങളെ വിളിക്കുവാണെങ്കിൽ തെളിവ് കൊണ്ട് വന്നതല്ലേ? തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. തെളിവ് കൊണ്ട് വന്നു. അത് കാണിയേ. അയ്യോ എനിക്ക് കാവാലം നോക്കി ഞാൻ തരുന്നേ. മുമ്പേ ആണെങ്കിൽ നോക്കിയാൽ ഇപ്പൊ ഒരു പൊടി കുഞ്ഞും കൂടൊക്കെ ആയിട്ട്. നിങ്ങൾ വലിയ സെന്റിമെന്റ്സ് കഥയൊന്നും അല്ല സെന്റിമെന്റിന്റെ അല്ല, ഈ ഒരു നേരത്ത് ഇറങ്ങി വരാൻ പറ്റത്തില്ല. എന്നിട്ട് വലിയ ആളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പബ്ലിക് ആയിട്ട് ഒരു പെണ്ണിനെ ആക്ഷേപിച്ചിട്ട് അയ്യോ ഞാൻ പ്രേമിച്ചിരുന്നു, ഞാൻ എന്നിട്ട് പ്രേമിച്ചിരുന്നു, ഞാൻ തേച്ചിരുന്നു. എന്താ അന്തസ്സായിട്ടാ പറഞ്ഞത്? അന്തസ്സുണ്ടായിട്ട് തന്നെ പറഞ്ഞത്. നമ്മുടെ ബന്ധം എല്ലാരും ആ വീഡിയോ കണ്ടു. അയ്യോ എന്നിട്ട് ആരും വന്നില്ലല്ലോ വേറെ ആരും. ഞാൻ ചോദിച്ചപ്പോൾ ആരും വന്നില്ലല്ലോ. കുടുംബം കലക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ഇപ്പൊ കുടുംബം കലക്കാനല്ലേ എന്റെ കൂടെ അങ്ങ് വിട്ടാ തീരെ പ്രശ്നമില്ല. അയ്യോ പോയിട്ട് എന്നാ കൊണ്ടുപോകും. അതുകൊണ്ട് രണ്ടുപേരെ അകത്തിരിപ്പുണ്ട്. രണ്ടുപേരെ നിങ്ങൾക്ക് എന്നാണ് ഇനിയിപ്പോ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. കേട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ കൊണ്ടുവച്ച രണ്ട് മക്കളുണ്ട്. അവരോടെ കൊണ്ടുപോകണം. ഉള്ളതിലേക്ക് കെട്ടിയാനും തരില്ല, പിള്ളേരെ തരില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടോ? എനിക്ക് പിള്ളേരൊന്നുമില്ല. അതിന്റെ ചെറുക്കായി കാണുന്നത് മൊത്തം. അതിന്റെ ചെറുക്കായി കാണുന്നത് നിങ്ങളെ മാറി മാറി പോണേ. വല്ല ഡ്രസ് എന്തെങ്കിലും കണ്ട എടുത്തിട്ട് വാ. വീഡിയോ എന്നെ ഹെൽപ്പ് ചെയ്ത കൊച്ചാ. നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുണ്ട്. എനിക്ക് നല്ല നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വീട് ഇങ്ങനെ ആക്കിയാലേ നല്ല പറഞ്ഞു ഒരു ഭാര്യയോട് പറയാൻ കൊള്ളുന്നതല്ല. എന്താ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞൂടെ? അയ്യോ അയ്യോ ഇക്ക വരും. ഞാൻ എങ്ങനെ വരാനാന്ന്? നീ ഓടി വന്നിട്ട് വായിക്കാവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയാ അത് ശരിക്കും ഡ്രസ്സല്ലേ എടുത്തിട്ട്. അയ്യോ എന്റെ ഡ്രസ്സ് മേടിച്ചു വെച്ചിട്ടുണ്ടോ? അതോ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അയ്യോ എന്റെ പൊന്നും കണനാണില്ലേ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരാണ് നീ പറയുന്നേ. കണ്ടോ ആ ഫേസ് പോയി നിങ്ങൾ കണ്ടോ? ഇപ്പത്തെ അതായത് നിങ്ങൾ ആ പ്രശ്നക്കാരി. ഞാനാ പ്രശ്നക്കാരി. നിങ്ങളൊന്ന് പോയാ കുഴപ്പമില്ല. മക്കളെ കൊണ്ട് പോ. രണ്ടുപേരുണ്ട്. പോ മക്കളെ കൊണ്ടുപോകണം. അയ്യോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് വന്ന് വിളിക്കണെങ്കിൽ അയ്യോ എന്നാ ഇക്കറിയോ എന്നാളെ ഒരു വീട്ടിൽ കേട്ടില്ല. എല്ലാം തീർന്നിട്ട് വരാൻ അറിയാലോ. ഞാൻ ഇക്കാലം കൂട്ടുവാ. ഇവിടുത്തെ ഈ വസ്തുവിന്റെ പ്രമാണം വേണം. ബാങ്കില് അല്ല അതും ആ കട കൂടെ തീർക്കുന്ന ഞങ്ങൾ തീർക്കല്ലേ. എവിടെ പോവാ? ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ കാണിച്ച് ഇരിക്കാൻ വന്നത്. പോവാൻ നോക്ക്. വന്ന വഴി പോവാൻ നോക്ക്. ഞാൻ പോയി ഇക്കാനെ കൊണ്ട് പോകും. അയ്യോ ഇക്കാനെ കൊണ്ട് പോകുന്നതെന്ന് കാണട്ടെ. അതുകൊണ്ട് രണ്ടുപേരുണ്ട്. അവരെ വരാനൊന്നുമില്ല. വണ്ടി വരും, ഇക്കാന്റെ കൂടെ വരും. വരും. ഇക്ക വരും. ഇക്ക ഈ വീട്ടിൽ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടെ. കഴിഞ്ഞ വീട് നിങ്ങൾ വീട് ഇല്ല. ആൾക്കാര് കാണട്ടെ. എന്നെ എന്റെ രണ്ട് കൊച്ചുങ്ങളായിട്ട് നിങ്ങൾ പോവോ? നിങ്ങൾ പോവോ? എന്റെ കൂടെ വരും. വരൂല. എന്റെ കെട്ടിനെ നിങ്ങൾക്ക് വരത്തില്ല. അതൊക്കെ ഞാൻ എന്റെ രണ്ട് കൊച്ചുങ്ങളായിട്ട് വരത്തില്ല. നിങ്ങൾ കൂടെ പോവോ? ഞങ്ങള് ഇല്ല നിങ്ങൾ പോവൂല. എന്നെ എന്റെ രണ്ട് കൊച്ചുങ്ങളിട്ട് നിങ്ങൾ പോവൂല. നിങ്ങൾ പോകത്തില്ല. നിങ്ങളൊന്ന് പോയി നോക്ക്. നാണം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് നാണമില്ല. നിങ്ങൾക്ക് നാണല്ലേ എനിക്ക് തോന്നി. നിങ്ങൾ പോവൂല. രണ്ട് കൊച്ചുങ്ങളിട്ട് പോവോ? നിങ്ങൾ പോകത്തില്ല. എന്തിനത് നിക്കുന്ന കൈ കിട്ടി ഒരു കുടുംബം തുളച്ചിട്ട് വന്ന് നിന്റെ ഇക്ക വായിക്ക. നിങ്ങൾ പോവൂല. എല്ലാവരും പറഞ്ഞ് ഇനിയിപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു കുത്തും വാക്കും വഴക്കും ഒക്കെ ആയിട്ടിരിക്കും. ഇല്ല എന്തിവരെ റെക്കോർഡ് ചെയ്ത് വെച്ചോ? ഇല്ല പോവൂല, ഇല്ല പോവൂല. നിങ്ങൾ വായിക്കാ തെറ്റിലാരും ഞാൻ അറിയും. എന്നെ രണ്ട് കൊച്ചുങ്ങളായിട്ട് ഇക്ക വരുന്നു. ഞാൻ കാണിട്ട് ഈ പെണ്ണുമ്പിള്ള അവരെ കൊണ്ടു തള്ളി എടുക്കാം. പിന്നെ പൊന്നെ ആരുടെ പൊന്ന്? എന്റെ പൊന്ന്. ഇത്ര നാൾ എന്റെ കൂടെ ജീവിച്ചത്. ഇത്രയും നാളും ജീവിച്ചതിനല്ലേ ഇവിടെ ഇപ്പൊ എന്താ ഇവിടെ ഒരു കഥയും ഇല്ല. എന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങിയ കാലം കുറയായി. ഇല്ല എന്നെ എത്രയും നാൾ എന്നോട് ജീവിച്ചിട്ട് ഒരു സുന്ദരിയെ കണ്ടപ്പോ അവളെ കൂടെ പോവാൻ നോക്കുന്നത്. കണ്ടപ്പോൾ സുന്ദരമൊക്കെ ഇല്ല ഞാൻ വിടത്തില്ല. ഞാൻ വിടത്തില്ല നിങ്ങളെ. എന്നെ എന്റെ കൊച്ചുങ്ങളായിട്ട് വിടത്തില്ല. ഇതുപോലെ അഞ്ചിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നാ പിന്നെ പോരെന്നും പറഞ്ഞ് ഇവരെ വിളിച്ചു. അങ്ങനെ വന്നതാ. അല്ല
അല്ല ഇച്ചിരി നേരം കൂടെ ആവുമ്പോഴേ ഇച്ചിരി ഇറുവയൊക്കെ ചെയ്തേനെ. കാരണം മണ്ടേ വീപ്പി ഉള്ളതാ. വീപ്പി ഉള്ളതും കരച്ചിലും ഒക്കെയാ. മാത്രമല്ല എന്റെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കാമുകി ഇപ്പൊ വന്നേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി പറയാത്തുള്ളത്. അല്ല ഉള്ളതും ബാക്കി അതായത് കുറെ കൂട്ടുകാരും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറയെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഇതായി അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ വേർത്ത് ടെൻഷനായി. സോറി എന്റെ പൊന്നു തയ്ക്കാനെ കണ്ടിട്ട് പോകില്ല. ഞങ്ങളൊരു എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേക്കേ ആർക്കാണ് ഇതാവും. ഇങ്ങനൊരു സംഭവം ഇല്ല. അപ്പൊ ഇവരുടെ സ്നേഹബന്ധം നിങ്ങൾ കണ്ടല്ലോ. പ്രാങ്ക് അല്ല, എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് തകർക്കാൻ പറ്റില്ല. ഇക്ക ഇങ്ങനെ ഇത്താക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വന്ന് ചെയ്തെങ്കിലും എന്റെ പൊന്നിത്ത ഇത്രയും വിചാരിച്ചില്ല. അയ്യോ, ഞാൻ ചില സീനൊക്കെ ചെയ്തപ്പോൾ വല്ലാതെ ടെൻഷനായി പോയി. ഞാനും പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇത്രയും നേരം നമുക്ക് സന്തോഷമായിട്ടൊരു പ്രാങ്ക് ചെയ്യാൻ കൂട്ടത് ഇക്കാക്ക് വേണ്ടി ഇത്താക്ക് വേണ്ടി നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ എന്നാ സന്തോഷമായിട്ടങ്ങ് വാങ്ങിക്കോ.